4-ാം തീയതിക്ക് ഉള്ളിൽ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കും? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, CPIയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകമെടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. അവരെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് ഡി രാജ നിൽക്കുന്നത്, ദേശീയ ജനറൽ സെക്രട്ടറി നിൽക്കുന്നത്. ഈ സ്റ്റേറ്റ് കൗൺസിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് CPI. ഇതിനിടെ CPIക്കെതിരെ ഏതെങ്കിലും കോണിൽ നിന്ന് ഭീഷണികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് മെയിലിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ചുള്ള ചില സൂചനകൾ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം CPI അവരുടെ വേഗത അല്പം കുറച്ചത് നമ്മൾ മനസ്സിലാക്കിയതാ. ഇനിയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിലും CPI തലയുയർത്തി അഭിമാന ബോധത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവവികാസങ്ങൾക്ക് വഴിവെച്ചുകൂടൊന്നും ഇല്ല.